65 ലക്ഷം രൂപ ഷിയാസ് കബളിപ്പിച്ച് തട്ടിയെടുത്തെന്നാണ് യുവതിയുടെ പരാതി. നീ അങ്ങോട്ട് നോക്കി പോടിയൊന്നും കൊഞ്ചാതെ എന്നെ വരില്ല. മരണം വരെ ഞാൻ പറഞ്ഞു, നീ എന്റെ മരണം വരെ ഞാൻ നിന്റെ മരണം വരെ ഉണ്ടാവും. എല്ലാവരും ഇങ്ങോട്ട് നോക്കി. യുവതിയുടെ പരാതിയിൽ റിയാലിറ്റി ഷോ താരമായ ഷിയാസ് കരീമിനെതിരെ പോലീസ് കേസെടുത്തതിന് പിന്നാലെ കുരുക്ക് മുറുകുന്നു. ഓഡിയോ ചാറ്റുകൾ പുറത്തു വരുന്നു. ഷിയാസ് പണം ആവശ്യപ്പെടുന്നതും പണം നേരിട്ട് നൽകിയാൽ മതിയെന്ന് പറയുന്നതും ചാറ്റിലുണ്ട്. ആ ശബ്ദ സന്ദേശത്തിലേക്ക്. പാച്ചേട്ടാ, അവമാനിക്കരുത്. ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. എക്യുപ്മെന്റ്സിന് അഡ്വാൻസ് കൊടുക്കണം. മറ്റേത് കിട്ടാൻ അയക്കട്ടെ. എനിക്ക് ഈ 1 ടെൻറ്റിൽ പിന്നെ 10 തന്നായിട്ടാ ഒരുമിച്ച് തന്നാൽ മതി, അല്ലെങ്കിൽ പണി പാടും. അക്കൗണ്ടിലും വേണ്ട, മറ്റോ തന്ന കയ്യിൽ പണിക്കാശ് പടപടാന്ന് പണിയും ചെയ്ത് തീർക്കാറോ. ഞാനാ പെട്ടിക്കടി. അപ്പൊ പ്രശ്നം ഗുരുതരമാണ്. ശരി, ഞാനിത് ആരോടും പറയുന്നില്ല. എൻ്റെ ഒരു പൈസ ഒന്നുമില്ല. ആചാരമാടത്ത് പറയാൻ പറ്റും എൻ്റെ ഒരു പൈസ ഇല്ല. അതിർമ്മ 30,000 രൂപയ്ക്ക് പണിയെടുക്കാൻ കൊണ്ട് തുടങ്ങിയതാ. ഇപ്പോൾ 1 ലക്ഷം രൂപ അടുത്തായി. പണിക്കാശ് വാങ്ങാൻ തേങ്ങ ഒന്നും പറയണ്ട. പോടിയൊന്നും കൊഞ്ചാതെ എന്നെ വരില്ല. മരണം വരെ ഞാൻ പറഞ്ഞു, നീ എന്റെ മരണം വരെ ഞാൻ നിന്റെ മരണം വരെ ഉണ്ടാവും. ആണുങ്ങളായാലേ അല്പം സ്വല്പം നാണോ മാനൊക്കെ വേണം. മരിച്ച പിന്നെ നമ്മൾ ആരും ശല്യപ്പെടുത്തില്ല. 10 ഒരുമിച്ച് കിട്ടാണെങ്കിൽ നമുക്ക് പരിപാടികൾ പെട്ടെന്ന് ഇവിടെ തുടങ്ങും. അതാണ് ഞാൻ പറഞ്ഞത്. 2 ആയിട്ട് വന്നു കഴിഞ്ഞാൽ പരിപാടി ഈസി ആയിരിക്കും. ശരി, അപ്പൊ അങ്ങനെയാണ് സംഗതികളുടെ കിടപ്പ്. 65 ലക്ഷം രൂപ ഷിയാസ് കബളിപ്പിച്ച് തട്ടിയെടുത്തെന്നാണ് യുവതിയുടെ പരാതി. വളരെ തന്ത്രപരമായി പറഞ്ഞു പറ്റിച്ച് പണം തട്ടിയെടുക്കുന്നു. തിരികെ ചോദിക്കുമ്പോൾ നഗ്ന ദൃശ്യങ്ങൾ കാണിച്ച് ഭീഷണിപ്പെടുത്തുമെന്ന് പറയുന്ന പരാതി. പിന്നെ 64 ലക്ഷം രൂപ ഈ ഷിയാസ് കരീം തട്ടിയെടുത്തു, പ്രണയം നടിച്ചു, വഞ്ചിച്ചു എന്നുള്ളതായിരുന്നു ഈ യുവതിയുടെ പരാതിയുള്ളത്. അത് വിദേശ വ്യവസായിയായിട്ടുള്ള യുവതിയാണ് ഈ പരാതിയുമായി വന്നത്. ഈ ജിമ്മിന്റെ നവീകരണത്തിന് വേണ്ടി പണം വേണം, ഒപ്പം തന്നെ തനിക്കൊരു ഓഡിറ്റോറിയത്തിന് വാടകയായിട്ട് നൽകുന്നതിന് പണം വേണം, ഒപ്പം തന്നെ ഇവരുടെ മഹറിന് വേണ്ടിയിട്ട്, അതായത് വിവാഹം നടക്കുകയാണെങ്കിൽ അതിന്റെ മഹറിനായി 10 ലക്ഷം രൂപ ചോദിക്കണം, അതൊരു സുഹൃത്തിനോട് ചോദിക്കണം എന്നുള്ളതും ഈ യുവതിയെ നിർബന്ധിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ഓഡിയോകൾ പുറത്തു വന്നിട്ടുള്ളത്. മനുഷ്യന് അസൂയ പാടില്ല, അതിനുവേണ്ടി ഒപ്പിച്ചെടുത്ത ഈ സെറ്റപ്പ്. ഷിയാസിനെതിരെ കേസെടുത്തിരിക്കുന്നത് വഞ്ചനാ കുറ്റം, ഒപ്പം തന്നെ ഈ ചതി, ഈ പണം തിരിമറി തുടങ്ങിയിട്ടുള്ള വകുപ്പുകളൊക്കെ ചുമത്തിക്കൊണ്ടാണ് പരാതിയിലുള്ളത്. ഇത് നടക്കുന്നത് കോഴിക്കോടാണ്. അതുകൊണ്ട് തന്നെ പാലാരിവട്ടം പോലീസ് ഈ കേസ് കോഴിക്കോട് പോലീസിനെ കൈമാറും. നിങ്ങൾ ഇത്രക്കാരാണെന്ന് ഞാൻ വിചാരിച്ചില്ല. അല്ല സാർ, അത് വേണ്ട, ഒന്നും പറയണ്ട. ഞാൻ ആലോചിച്ചിട്ട് ഒരു വഴിയേ കാണുന്നുള്ളൂ. നമുക്ക് പിന്നെ കാണാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.